എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാട് ചങ്കംകുറ്റി പാലത്തിന് സമീപമാണ്. അതിൻ്റെ തൊട്ട് പറയൽ ഈ ചങ്കംകുറ്റി തടയണ, ഇത് കപ്പത്തോടാണത്. കപ്പത്തോടിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ തടയണയുണ്ട്, അപ്പോൾ ഒരു പാലമുണ്ട്. ഇന്ന് 9 മണിക്ക് വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം ഇവിടെ ഉണ്ടായി. ഒരു പയ്യൻ, ഷെറിൻ എന്ന് പറയുന്ന പയ്യൻ, കൂർക്കമറ്റത്താണ് വീട്. ഷെറിൻ നമ്മുടെ ചാലക്കുടിയിൽ സുസുക്കിയുടെ സർവീസ് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ആൾ തിരുവനന്തപുരത്തായിരുന്നു ജോലി. ഒരു 4 മാസങ്ങൾക്ക് മുൻപാണ് ഷെറിൻ്റെ അപ്പച്ചൻ ഷിഞ്ചു മരണപ്പെട്ടത്. അപ്പോൾ അതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ കൂർക്കമറ്റത്ത് തന്നെയാണ് വീട്. ഇന്ന് കാലത്ത് ഷെറിനും ഷെറിൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്തും കൂടിയിട്ട് ഈ തൊട്ടടുത്തുള്ള ഈ കപ്പത്തോണ്ട് ഈ സൈഡിലേക്ക് വരികയായിരുന്നു. അവൻ വരുന്ന സമയത്ത് ഈ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ ഈ വെള്ളത്തിലേക്ക് വീണ് ഈ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി ഷെറിൻ എടുത്ത് ചാടുകയായിരുന്നു. പക്ഷേ നീന്തൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അപകടം സംഭവിച്ചു. വലിയ നിലവിളിയായിട്ട് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നു. അപ്പോഴേക്കും ഇതിലൂടെ ബൈക്കിൽ പോയ 2 ചെറുപ്പക്കാർ ഷെറിനെ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം. നമുക്കറിയാം, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല പല തോടുകളും പല സംഭവങ്ങളൊക്കെ തന്നെ. ഇതിന് പണ്ടുണ്ടായ പോലെയല്ല. പണ്ട് ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഇറങ്ങി അടുത്ത പറമ്പിലേക്ക് കയറി താഴ്ത്തിക്ക് ഇറങ്ങാവുന്ന സംഗതിയുണ്ട്. പക്ഷേ പണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയല്ല, ആഴമുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളോട് പറയുന്നത്. ചിലർ പറയുന്നത് വളരെ ആഴത്ര ഇല്ല എന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഷെറിൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇന്ന് നിങ്ങളെ അറിയിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ്. ഇനി മറ്റ് പോലീസ് നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റ് മെമ്പർമാരെല്ലാവരും ചേർന്ന് ഞാനടക്കം ഇവിടെ വന്നിരുന്നു. അപ്പോഴേക്കും ഇവിടുന്ന് ഈ മരിച്ച ഷെറിൻ്റെ ബോഡി ചാലക്കുടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിലേക്ക് മാറ്റി. മരണം സംഭവിച്ചു. എന്തായാലും മരണം ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ പ്രദേശം ഇങ്ങനെ ഇതുപോലെ ആളുകൾ വന്ന് കുളിക്കുന്നത് ഇത് അപകടകരമായ ഒരു സ്ഥലമാണ്. ഇത് അപകടകരമായ ഒരു സ്ഥലമല്ല. പണ്ടെപ്പോഴോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉള്ള സമയത്ത്, മലവെള്ളമൊക്കെ വന്ന സമയത്ത് ആരും ഒഴിച്ചു പോയി അങ്ങനെ ഒരു മരണം നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ. അതല്ലാതെ അല്ലാത്ത രീതിയിലുള്ള ഒരു തരം മരണവും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ധാരാളം പേര് കുളിക്കാൻ, പ്രത്യേകിച്ച് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ ചെറുപ്പക്കാർ പിള്ളേരെ കൊണ്ട് നീന്താനും കളിക്കാനും കുളിക്കാനും വരുന്നൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും വരാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഇന്നിപ്പോൾ നടന്ന വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നുന്നു. ഈ പുഴയിലെ ഈ തോട്ടിലെ ഈ വെള്ളം കൊണ്ട് മരണം സംഭവിക്കാനുള്ളൊരു സാധ്യത കാണാനില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പയ്യനെന്തെങ്കിലും വേറെ അസുഖം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ തന്നെ ഇനി അന്വേഷിച്ചറിയേണ്ടതാണ്. നമുക്ക് മാത്രമേ പറയാനുള്ളൂ.